കൊച്ചി മെട്രോയ്ക്ക് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. സുഭാഷ് എന്നുപേരുള്ള പൂച്ച ദിവസങ്ങളായി മെട്രോ പാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് ശ്രമം പുരോഗമിക്കുന്നത്. നവമി വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, ഇത് ദിവസങ്ങളായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയാണ്. എന്താണ് ഇത്ര താമസമെടുക്കുന്നത്? എന്താണ് പൂച്ചയുടെ അവസ്ഥ? രഞ്ജിത്ത്, കേൾക്കുമ്പോൾ വളരെ കൗതുകമായി നമുക്ക് തോന്നും. മെട്രോ പില്ലറിന്റെ മുകളിൽ പൂച്ച കുടുങ്ങിയെന്ന്. പക്ഷേ അല്പം വേദനിപ്പിക്കുന്ന കാര്യം, 10-12 ദിവസമായി പൂച്ച ഇതിന്റെ മുകളിൽ തന്നെയാണ്. താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിന്റെ ആരോഗ്യനില അല്പം മോശമാണെന്നാണ് നേരത്തെ ഈ അനിമൽ റെസ്ക്യൂ ടീം അതിന്റെ മുകളിലെത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ഈ വൈദ്യുതി കടന്നുപോകുന്ന, അതായത് മെട്രോയുടെ വൈദ്യുതി കടന്നുപോകുന്ന ലൈനിന് തൊട്ട് സമീപമാണ് ഈ പൂച്ച ഇപ്പോൾ അവശനിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിന് ആ പൂച്ചയെ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ താഴെ എത്തിക്കാൻ കഴിയില്ല. പകരം ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധിച്ചതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതിന്റെ മെട്രോയുടെ ഇലക്ട്രിസിറ്റി താൽക്കാലികമായി നിർത്തിവെച്ചാൽ മാത്രമേ ആ പൂച്ചയെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ മെട്രോ സർവീസ് ഉള്ള സമയമാണ്. അല്പസമയം, ഒരു 10 മിനിറ്റത്തേക്കായെങ്കിൽ പോലും അത് നിർത്തിവെക്കുമ്പോൾ വലിയൊരു ഗതാഗത പ്രശ്നമുണ്ടാകും, വലിയൊരു തടസ്സമുണ്ടാകും, നിരവധി യാത്രക്കാർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തൽക്കാലം ഈ പൂച്ചയുടെ അവസ്ഥ അവർ നിരീക്ഷിച്ചതിന് ശേഷം രാത്രി 11 മണിക്കാണ് അവസാനത്തെ മെട്രോ സർവീസ്. അതിനുശേഷം ഇത് ലൈൻ ഓഫ് ചെയ്താൽ ഉടൻ തന്നെ പൂച്ചയെ രക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് മെട്രോയുടെ MD-യുമായി സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഫയർഫോഴ്സ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. സുഭാഷ് എന്നാണ് ഈ പൂച്ചയുടെ പേര്. അങ്ങനെ സുഭാഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമമായിരുന്നു അല്പസമയം മുമ്പ് നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം കണ്ടത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മെട്രോയുടെ തന്നെ പണി നടക്കുന്നുണ്ട്. അടുത്തൊരു എക്സ്റ്റൻഷൻ 2ാം ഘട്ട മെട്രോന്റെ പണി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ എത്തി അവരാൽ കഴിയുന്ന സഹായം ആ പൂച്ചയ്ക്ക് ആഹാരവും വെള്ളവും ഒക്കെ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പൂച്ച ഇത് ആഹാരം കഴിക്കാത്ത ഒരു പേടിച്ചിരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് പൂച്ചയെ കണ്ടവരൊക്കെ പറയുന്നത്. അങ്ങനെ സുഭാഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഈ സുഭാഷ് എന്ന പേരിട്ടത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരാണ്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷിനെ നമുക്കറിയാം. ആ കുഴിയിൽ വീണ സുഭാഷിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൂച്ചയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ശ്രമം കണ്ടപ്പോൾ പൂച്ചയ്ക്ക് സുഭാഷ് എന്ന പേരിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മെട്രോ പില്ലറിന് താഴെയാണ്, 556. ഇവിടെയാണ് ആ പൂച്ച കുടുങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ വൈദ്യുതി കടന്നു പോകുന്ന ലൈനിന് സമീപമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പൂച്ചയെ രക്ഷിക്കാൻ കഴിയാത്തത്. തീരെ ചെറിയ പൂച്ച അല്ലെങ്കിൽ പോലും ഒരു അധികം വളർച്ച എത്താത്ത ഒരു പൂച്ച തന്നെയാണ്. അതിനെ കാണുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നും. അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത് ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ മൃഗസ്നേഹികളൊക്കെ വന്നിട്ട് ഈ മെട്രോയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ മെട്രോ ഇക്കാര്യം അറിയിക്കുന്നുണ്ട്, ഫയർഫോഴ്സിനെ അറിയിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ന് രാത്രി 11 മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സ് എത്തി ഈ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തതിന് ശേഷം പൂച്ചയെ പിടികൂടും, സുഭാഷിനെ പിടികൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി നവമി, ഏതായാലും സുഭാഷിനെ പെട്ടെന്ന് താഴെ എത്തിക്കാൻ സാധിക്കട്ടെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.